ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകാം, കോഴിക്കോട്ടേക്ക് പോകാം. PSC കോഴ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ CPIM കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നിർണായക യോഗം ഇന്ന്. ആരോപണ വിധേയനായ ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടുള്ളിക്കെതിരായ നടപടി ചർച്ച ചെയ്യാനാണ് യോഗം ചേരുന്നത്. നടപടി വിശദീകരിക്കാൻ ടൗൺ ഏരിയ കമ്മിറ്റിയും ഉച്ചയ്ക്ക് ശേഷം ചേരുന്നുണ്ട്. VS രഞ്ജിത്ത് ഉണ്ട് ഈ വാർത്തയുടെ വിവരങ്ങളുമായി. കോഴിക്കോട് നിന്ന് രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെ പ്രമോദ് കോട്ടുള്ളി നൽകിയിട്ടുള്ള വിശദീകരണം സ്വീകരിക്കാനാകില്ല എന്നാണ് അന്വേഷണ സമിതി അറിയിച്ചിരുന്നത്. അപ്പോൾ പുതിയ വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. അതായത് ആ വിശദീകരണം പോരാ എന്ന് അറിയിച്ച പശ്ചാത്തലത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചർച്ച ചെയ്യുക? അപ്പോൾ പ്രമോദ് കോട്ടുള്ളിക്കെതിരായ കടുത്ത നടപടി പ്രഖ്യാപനത്തിലേക്ക് തന്നെ ഇന്ന് കടന്നേക്കും. പിന്നിൽ കടുത്ത നടപടി എടുക്കണം എന്നുള്ളതാണ് ഏരിയ കമ്മിറ്റിയുടെ ആവശ്യം. ഏരിയ കമ്മിറ്റിയുടെ ആവശ്യമാണ് അംഗീകരിക്കുന്നത് എങ്കിൽ സ്വാഭാവികമായിട്ടും കടുത്ത നടപടിയിലേക്ക് തന്നെ പോകും. കാരണം ഏരിയ കമ്മിറ്റിയിലെ ഭൂരിപക്ഷം അംഗങ്ങളും പ്രമോദിനെതിരെ നടപടിയെടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രവുമല്ല, ഈ മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിലുള്ളൊരു സംഘമാണ് തനിക്കെതിരെ ഈ ഏരിയ കമ്മിറ്റിയിൽ സംസാരിച്ചത് എന്നുള്ളതാണ് ഇന്നലെ വിശദീകരണക്കുറിപ്പിലൊക്കെ പ്രമോദ് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏതായാലും അത്തരത്തിലൊരു നടപടിയിലേക്ക് പോകുമോ എന്നുള്ളതാണ് ഇന്ന് അറിയേണ്ടത്. ആദ്യം രാവിലെ 8:30 മണിയോടുകൂടി ജില്ലാ സെക്രട്ടേറിയറ്റ് ചേരും എന്നാണ് അറിയുന്നത്. അതിനുശേഷം 10 മണിയോട് ജില്ലാ കമ്മിറ്റി ചേരും. ജില്ലാ കമ്മിറ്റിക്ക് ശേഷം ഉച്ചയോടുകൂടിയായിരിക്കും ഏരിയ കമ്മിറ്റി ചേരുക. ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെ തീരുമാനമായിരിക്കും ജില്ലാ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുക. ആ തീരുമാനം ഏരിയ കമ്മിറ്റിയിൽ അറിയിക്കുക എന്നുള്ളതായിരിക്കും ഇന്നത്തെ പ്രധാനപ്പെട്ട അജണ്ട. ഇതിൽ 2 കാര്യങ്ങളാണ് സംഭവിക്കാനുള്ളത്. ഒന്നുകിൽ ഈ ഏരിയ കമ്മിറ്റിയുടെ ആവശ്യപ്രകാരം പ്രമോദ് കോട്ടുള്ളിയെ പുറത്താക്കുന്നത് ഈ പറയുന്ന പോലെ റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങളുടെയും ആർഭാട ജീവിതത്തിൻ്റെയും സംഘടനാ വിരുദ്ധമായ പ്രവർത്തനങ്ങളുടെയും പേരിലായിരിക്കും. അതൊരിക്കലും PSC കോഴ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി അഥവാ പുറത്താക്കുന്നില്ല, വല്ല താക്കീതോ അല്ലെങ്കിൽ തരം താഴ്ത്തലോ പോലുള്ള ഒരു നടപടി മാത്രമാണെങ്കിൽ അത് ഏരിയ കമ്മിറ്റിയിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കും. ഏരിയ കമ്മിറ്റി യോഗത്തിൽ അംഗങ്ങൾ പരസ്യമായ ഒരുപക്ഷെ പ്രതിഷേധിക്കാനുള്ള സാധ്യത പോലും ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ജില്ലാ നേതൃത്വത്തിനും മേലെ ജില്ലാ സെക്രട്ടറി ജില്ലയിൽ നിയോഗിക്കപ്പെട്ട അന്വേഷണ കമ്മീഷനും എളമരം കരീം ഉൾപ്പെടെയുള്ള നേതൃത്വത്തിനുമൊക്കെയുള്ള സമ്മർദ്ദം എന്ന് പറയുന്നത് ഈ ഏരിയ കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യം തന്നെയാണ് പ്രമോദ് കോട്ടുള്ളിക്കെതിരെ നടപടി എടുക്കണം എന്നുള്ളത്. പക്ഷേ നേതൃത്വം നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി, അഥവാ പ്രമോദ് കോട്ടുള്ളിയെ ഉപാധികളില്ലാതെ പുറത്താക്കിയാൽ, അങ്ങനെ പുറത്താക്കുന്ന ഘട്ടത്തിൽ പ്രമോദ് കോട്ടുള്ളി എന്തൊക്കെ വിളിച്ചു പറയും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ജില്ലയിലെ എല്ലാ പ്രമുഖ നേതാക്കന്മാരുടെയും, മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെയും P മോഹൻ്റെയും അതുപോലെ എളമരം കരീമിൻ്റെയും ഒക്കെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ കൂടിയായിരുന്നു ഈ പ്രമോദ് കോട്ടുള്ളി എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ജില്ലയിലെ എല്ലാ പ്രവർത്തനങ്ങളെക്കുറിച്ചും സംഘടനയുടെ പ്രവർത്തനത്തെക്കുറിച്ചുമൊക്കെ നന്നായി അറിയാവുന്ന വ്യക്തി കൂടിയാണ് പ്രമോദ് കോട്ടുള്ളി. അപ്പോൾ അത്തരത്തിലൊരാളെ പുറത്താക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സംഘടന ഭയക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത്തരത്തിലൊരു ഭയം സംഘടനയ്ക്കുണ്ടോ? സമ്മർദ്ദത്തിന് വഴങ്ങുമോ? ആരുടെ സമ്മർദ്ദത്തിനാണ് വഴങ്ങുക? ഒന്നെങ്കിൽ പ്രമോദ് കോട്ടുള്ളിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങണം, അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങണം. ആരുടെ സമ്മർദ്ദത്തിന് വഴങ്ങും? ഒന്നെങ്കിൽ പ്രമോദ് കോട്ടുള്ളിയുടെ അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റിയുടെ. രഞ്ജിത്ത്, ഇത് പരക്കെ ആക്ഷേപം ഉയരുന്നത് CPIM-ലെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിലെ വിഭാഗീയതയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിഫലിച്ചിട്ടുള്ളത് എന്ന് സജീവമായി ഉയരുന്നുണ്ട്. മറ്റ് ചില വിവാദങ്ങൾ ഉൾപ്പെടെ, പ്രത്യേകിച്ച് ചില റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരുമായി ബന്ധപ്പെട്ട വിവാദം, ഒപ്പം കോഴിക്കോട് നഗരസഭയ്ക്ക് ഉള്ളിലെ തന്നെ ഒരു കെട്ടിടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നിട്ടുള്ള വിവാദം ഉൾപ്പെടെ സജീവമായ ചർച്ചയ്ക്ക് ഇട നൽകിയിട്ടുണ്ട്. നഗരസഭാ ഭരണത്തിലെ ഒരു പ്രധാനി രാജ്യഭീഷണി ഉൾപ്പെടെ മുഴക്കിയെന്ന വാർത്തകൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. അപ്പോൾ ഇത് വിഭാഗീയതയുടെ ഭാഗമായിട്ടുള്ള പ്രശ്നമാണ് എന്ന വ്യാഖ്യാനങ്ങളെ അതേപടി എടുത്തു കഴിഞ്ഞാൽ പ്രമോദ് കോട്ടുള്ളിയെ സംരക്ഷിക്കുന്ന ഒരു വിഭാഗം ഉണ്ടാകാനുള്ള സാധ്യതയില്ലേ? അങ്ങനെയെങ്കിൽ കടുത്ത നടപടി ഉണ്ടാകാനുള്ള സാധ്യത അത് പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗത്തിൻ്റെ അതൃപ്തിക്ക് കാരണമാക്കിയേക്കില്ലേ? പ്രമോദ് കോട്ടുള്ളിയെ സംരക്ഷിക്കണം എന്ന് ഒരു വിഭാഗത്തിന് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ വാർത്താമാധ്യമങ്ങളിൽ വലിയ ചർച്ചയാവുകയും PSC കോഴ പോലെ ഒരു ആരോപണം പുറത്തേക്ക് വരികയും അതോടൊപ്പം ഈ PSC കോഴ ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ച പോലെ PSC കോഴയ്ക്കൊപ്പം തന്നെ പ്രമോദ് കോട്ടുള്ളിയുടെ റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങളെക്കുറിച്ചും ആർഭാട ജീവിതത്തെക്കുറിച്ചുമൊക്കെയുള്ള വാർത്തകളും ഏരിയ കമ്മിറ്റിയുടെ ആക്ഷേപമൊക്കെ പുറത്തു വന്ന സാഹചര്യത്തിൽ ഇത്രമേൽ പാർട്ടി വിരുദ്ധനായ, സംഘടനാ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരാൾ എന്ന രീതിയിൽ പ്രമോദ് കോട്ടുള്ളിയെ മുദ്ര
എത്തിയ സാഹചര്യത്തിൽ ഇനി നടപടിയെടുത്തില്ലെങ്കിൽ എന്തിൻ്റെ പേരിൽ പാർട്ടി പ്രമോദ് കോട്ടൂളിയെ സംരക്ഷിക്കുന്നു എന്ന് ഏരിയ കമ്മിറ്റിയിലെങ്കിലും പാർട്ടി നേതൃത്വത്തിന് വിശദീകരിക്കേണ്ടി വരും. അപ്പോൾ അത്തരം ഒരു വിശദീകരണത്തിലേക്ക് പോകുമ്പോൾ പാർട്ടി പ്രതിരോധത്തിലാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ സംഘടനയെ പ്രതിരോധത്തിലാക്കാതിരിക്കാനും ഈ വിവാദങ്ങളിൽ നിന്ന് തൽക്കാലം തലയൂരാനുമുള്ള ഏറ്റവും എളുപ്പവഴി പ്രമോദ് കോട്ടൂളിക്കെതിരെ നടപടിയെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ നടപടിയെടുക്കുന്ന ഘട്ടത്തിൽ വേണമെങ്കിൽ സംഘടനാ നേതൃത്വത്തിന് ഒരു കാര്യം ചെയ്യാം, പ്രമോദ് കോട്ടൂളിയെ വിളിച്ചു വരുത്തി അദ്ദേഹത്തെ അനുനയിപ്പിക്കാം. ഇപ്പോൾ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കിയാൽ പോലും പിന്നീട് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ PSC കോഴയുടെ പേരിലല്ല പുറത്താക്കുന്നത്. സാധാരണ എന്തെങ്കിലും സംഘടനാ വിരുദ്ധ പ്രവർത്തനം ആരോപിച്ച് പുറത്താക്കിയാൽ നേരത്തെ പല ആളുകളും കോഴിക്കോട് ജില്ലയിൽ തന്നെ ഫറോക്ക് ഭാഗത്തൊക്കെയുള്ള പല നേതാക്കന്മാരെയും പുറത്താക്കുകയും പിന്നീട് 3 മാസത്തിന് ശേഷം അവരുടെ അപ്പീലിന്മേൽ തിരിച്ചു വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ സംഘടനയിൽ പിടിപാടുണ്ടെങ്കിൽ, സംഘടനാ നേതൃത്വത്തിൽ പിടിപാടുണ്ടെങ്കിൽ തൽക്കാലം പുറത്തുപോയി നിന്ന് പിന്നീട് അല്പസമയം കഴിഞ്ഞ് അതേ പൊസിഷനിലേക്ക്, അതേ കമ്മിറ്റിയിലേക്ക് തിരിച്ചു വരുന്ന കാര്യങ്ങളൊക്കെ CPM-ൽ സംഭവിച്ചിട്ടുള്ളത് കാര്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യത പ്രമോദ് കോട്ടൂളിയുടെ കാര്യത്തിലുമുണ്ട്. ഇപ്പോൾ തൽക്കാലം വിവാദങ്ങളൊക്കെ ഒന്ന് ഒഴിച്ചു നിർത്താൻ വേണ്ടി പാർട്ടിക്ക് പുറത്തു നിർത്താൻ ആവശ്യപ്പെടുന്നു. ഇനിയിപ്പോൾ വരാൻ പോകുന്നത് സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടമാണ്. ഡിസംബറിലൊക്കെ സംഘടനാ തെരഞ്ഞെടുപ്പാണ്. ആ സമയത്ത് തിരിച്ചു വരാമെന്നൊരു ഓഫർ പ്രമോദ് കോട്ടൂളിക്ക് വെച്ചാൽ തൽക്കാലം പ്രമോദ് കോട്ടൂളി വായടയ്ക്കും എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, താങ്ക് യു. VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. പ്രമോദ് കോട്ടൂളിക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയായിരിക്കും ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്തകളിൽ ഒന്ന്. നോക്കൂ, സംസ്ഥാനത്ത് CPM-നെ പ്രതിരോധത്തിലാക്കിയിട്ടുള്ള കോഴിക്കോട്ടെ PSC കോഴ വിവാദത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി യോഗം ഇന്ന് ചേരുകയാണ്. എന്തായാലും വിഭാഗീയതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്ന ആരോപണം ശക്തമായി നിൽക്കുമ്പോൾ എന്ത് നടപടിയിലേക്കായിരിക്കും CPM പോവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് രാവിലെ തന്നെ വാർത്താ സാധ്യതയായി ഞങ്ങളുടെ കോഴിക്കോട് റീജിയണൽ മേധാവി VS രഞ്ജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്.